പി ദിലീപ്കുമാർ. 1956 അന്ന് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസിൽ ക്രൂഷ്ചേവ് നടത്തിയ പ്രസംഗത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൾട്ട് ഓഫ് പേഴ്സണാലിറ്റി, അതായത് വ്യക്തിപൂജ എത്രമാത്രം അപകടകരമാണ് എന്ന നിലയിലുള്ള ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അത് അന്ന് നേരത്തെ സ്റ്റാലിൻ്റെ കാലത്ത് എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ, വിമർശകരെ, അവരെയൊക്കെ എതിരാളികളെന്ന് പറഞ്ഞ് ഇല്ലാതാക്കുന്ന, കൊന്നൊടുക്കുന്ന അത്തരം പ്രവണതകൾ ഉണ്ടായിരുന്നു. അത് ക്രൂഷ്ചേവ് ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഈ ഭരണവും അതുപോലെ തന്നെ പാർട്ടി സംവിധാനവുമെല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത് എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അപജയം ഉണ്ടാക്കും എന്ന കാര്യവും ക്രൂഷ്ചേവ് ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ സ്റ്റാലിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന നടപടികളെ വിമർശിച്ച ക്രൂഷ്ചേവും സ്റ്റാലിനുമെല്ലാം ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പോയി. പക്ഷേ ഈ പാഠങ്ങളിൽ നിന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുതിയതായി പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അതൊരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക, സർക്കാരിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നതിൻ്റെ ഒരു ഫലമാണ് ഈ ജനവിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ CPM-ൻ്റെ കോട്ടകളായിട്ടുള്ള തളിപ്പറമ്പിൽ, പയ്യന്നൂരിൽ, ഇവിടെയൊക്കെ അമ്പലപ്പുഴയിൽ, ഇവിടെയൊക്കെ CPIM അണികൾ തന്നെ ആ നിലയിലുള്ള ഒരു തിരുത്തൽ നേതൃത്വം ഇനിയെങ്കിലും നടത്തട്ടെ എന്ന് കരുതി എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി കോട്ടകൾ എന്ന് കരുതുന്ന സ്ഥലങ്ങളിലൊക്കെ UDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ആ വലിയ വിജയം സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഈ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പല നടപടികളും CPIM പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പോലെയുണ്ട്, നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ആരും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ നടപടികൾ തെറ്റാണ് എന്ന് പറയാൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയത് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമില്ലാത്ത കുറച്ച് നേതാക്കളെ, അത് നേരത്തെ തന്നെ, അത് സംസ്ഥാന സമ്മേളനമാണല്ലോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുക, അത് CPIയെ സംബന്ധിച്ചുമുണ്ട്. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലുമൊക്കെ ബിനോയ് വിശ്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെയും CPIയെ സംബന്ധിച്ചും വിമർശകരായിട്ടുള്ള ആളുകളെ അവരെ ഒഴിവാക്കുക, പകരം സ്തുതിപാഠകരെ കൊണ്ട് മാത്രം ഈ ഘടകങ്ങളൊക്കെ നിറയ്ക്കുക എന്നതിൻ്റെ കൂടി ഒരു അത്തരം നടപടികൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തു കൂടിയാണ്. അത് പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ ഒക്കെ ആ നടപടികൾ അംഗീകരിച്ചോട്ടെ, പക്ഷേ അതിനപ്പുറത്ത് ജനങ്ങളുണ്ട് എന്നത് കാണാതിരിക്കരുത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കടമ്മനിട്ട് എഴുതിയിട്ടുള്ള ആ കവിത ഒരിക്കൽ കൂടി കണ്ണൂർ കോട്ട എന്ന കവിത ചൊല്ലുവാൻ ആഗ്രഹമുള്ളത്. അതായത് അതെ അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അതെ എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും, ഉറക്കച്ചടവില്ലാത്ത എൻ്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും എന്നാണ്. അത് എല്ലാ സുൽത്താൻമാർക്കും എല്ലാ കോട്ടകൊത്തളങ്ങൾക്കും ബാധകമാണ് എന്നത് ഓർക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.